ഞങ്ങളെ വീട്ടിലെ പരിപാടി എന്ന് കേട്ട് ഞങ്ങൾക്ക് ആദ്യം ഓർമ്മയിൽ ഗിഫ്റ്റ് മേടിക്കുക എന്നുള്ള കാര്യമാണ്. അത് മെയിനായിട്ടുള്ള കാര്യം തന്നെയാണ്. ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഉണ്ടോ ഇന്ത്യയിലൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുത്തിരിക്കും. അത് ചെറിയൊരു സന്തോഷം. അപ്പോൾ അതാ ഈ പ്രാവശ്യം ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. ഞങ്ങൾക്ക് എല്ലാ മാസം എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ഉണ്ടാവും. അപ്പോൾ അതിനുള്ള ഗിഫ്റ്റ് മേടിക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മളൊരു വാച്ച് കടയിൽ കയറിയത് അമ്മയും അച്ഛനും കൂടിയിട്ട് ഞങ്ങൾക്ക് തന്നെ ഗിഫ്റ്റ് മേടിക്കാനാണ്. പിന്നെ എപ്പോൾ അവിടെ പോയാലും ഒരുപാട് വാച്ച് നമ്മൾ കെട്ടി നോക്കും. നമ്മൾ അവിടെ നിന്ന് തന്നെ ഒരു 10-16 വാച്ച് മേളിൽ ആ ഷോപ്പിൽ നമ്മൾ മേടിച്ചിട്ടുണ്ട്. അവിടെ ഒട്ടുമിക്ക എല്ലാവരും നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാ വാച്ചുകളും കെട്ടി നോക്കി അവസാനം ഇതിലൊരു വാച്ചാണ് ഞങ്ങൾ എടുത്തത്. അങ്ങനെ അവിടെ നിന്ന് ബില്ലടച്ച് അടുത്ത് നമ്മൾ പോകുന്നത് ഏട്ടൻ എനിക്ക് മേടിച്ചതിന് ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആ വാച്ചയുടെ ഓപ്പോസിറ്റുള്ള കടയ്ക്കാണ് പോയത്, ഷോപ്പ് സിറ്റിയിൽ. അപ്പോൾ ഏട്ടൻ എപ്പോഴും ഗോൾഡ് മേടിക്കുന്നതായിട്ട് ഇഷ്ടം, നല്ല സേവിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. പോരാത്തതിന് എൻ്റെ കമ്മൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കമ്മൽ എടുത്തുതരാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ കയറിയത്. എൻ്റെ കുറച്ച് കമ്മലൊക്കെ നോക്കി അതിൻ്റെ ഇടയിലാണ് എനിക്ക് അവിടെ മോതിരങ്ങൾ ഭയങ്കര ഇഷ്ടപ്പെട്ടത്. പിന്നെ ഒരു മോതിരം മതി എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു റിങ്ങൊക്കെ മേടിച്ച് തന്നു. അതും ബില്ലടച്ച് നമ്മൾ ഞാൻ എടുത്തത് പോകുന്നത് ഏട്ടനുള്ള ഗിഫ്റ്റ് മേടിക്കാനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഏട്ടനോട് ഗോൾഡ് വല്ലതും എടുത്തോ, അതിന് വേണ്ട, അതിന് ഷൂ മതി ഇത്ര. അപ്പോൾ എനിക്ക് പാവം തോന്നി, എന്തായാലും എൻ്റെ കാശ് ചിലവാക്കേണ്ട വെച്ചിട്ട് ഷൂ മതി എന്നൊക്കെ പറഞ്ഞതെന്ന് വിചാരിച്ചു. എനിക്ക് പാവം തോന്നി. ഞാൻ ഏട്ടനോട് വീണ്ടും പറഞ്ഞു നിങ്ങൾക്ക് വിലപിടിപ്പുള്ള മേടിച്ചോളാം. പക്ഷേ അവസാനം ബില്ല് വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് എൻ്റെ റിങ്ങിൻ്റെ റേറ്റിൻ്റെ വലിയ ഷൂവിന്. ഇങ്ങനെയുണ്ടോ പ്രാന്തന്മാർ. അങ്ങനെ പിന്നെ ഷോപ്പിങ്ങിനുള്ള പൂതിയൊക്കെ മതിയാക്കി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നപ്പോൾ